ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ റെഡ് ക്രിമിനൽ ബണ്ടിൽ റിട്ടേൺ വരുന്നുണ്ട്. ബട്ട് ക്യാൻസൽ ആയിട്ടില്ല. റെഡ് ക്രിമിനലിന്റെ കൂടെ കുറെ റിവാർഡ്സും വരുന്നുണ്ട്. അതേ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ റെഡ് ക്രിമിനലിന്റെ തീമിൽ നമുക്ക് മറ്റു റിവാർഡ്, ഗ്ലൂ വാളിന്റെ സ്കിൻ, ഗ്രാനൈഡിന്റെ സ്കിൻ തുടങ്ങിയ റിവാർഡ്സ് എല്ലാം ഈ നമ്മുടെ റെഡ് ക്രിമിനലിന്റെ തീമിൽ, അതായത് ഒരു ചുവപ്പ് കളറായിട്ടാണ് ഗൈസ് വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഈവന്റ് പോലെ ആയിരിക്കും നമ്മുടെ റെഡ് ക്രിമിനൽ വരുന്നത്. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് റിവാർഡ്സും ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് റെഡ് ക്രിമിനലിന്റെ റിവാർഡ്. നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ഗ്ലൂ വാളിന്റെ സ്കിന്ന് കാണാം. ക്രിമിനൽ ബണ്ടിലെ ഫേസ് അല്ലെങ്കിൽ മാസ്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഗ്രനേഡിന്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഗ്ലൂ വാളിന്റെ സ്കിന്നും ഗ്രാനൈഡിന്റെ സ്കിന്നും കാണാനായിട്ട് വേറെ ലെവലാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. നമുക്ക് ടോപ്പിലായിട്ട് 2 ക്രിമിനൽ ബണ്ടിൽ കാണാൻ സാധിക്കും. നമുക്ക് ഇടതുഭാഗത്ത് കാണുന്നത് പുതിയ ക്രിമിനൽ ബണ്ടിലാണ്, വലതുഭാഗത്ത് പഴയ റെഡ് ക്രിമിനൽ ബണ്ടിലും. സോ നമുക്കിപ്പോൾ 4 റിവാർഡ്സ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് റിവാർഡ്സ് ഒക്കെ നമുക്ക് ലഭിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ഈ 4 റിവാർഡ്സ് ആണ്. ഇനിയും ഒരുപാട് റിവാർഡ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് ക്രിമിനൽ ഒരു ഈവന്റ് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് അതിൽ ഒരുപാട് റിവാർഡ്സും കാണാൻ സാധിക്കും. അതിൽ കുറച്ച് റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 5th ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. ഗരീന എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. നമുക്ക് എല്ലാവർക്കും നല്ല റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട് 5th ആനിവേഴ്സറിയിൽ. ഈ 5th ആനിവേഴ്സറി നമ്മൾ മറ്റുള്ള ഇവന്റ് പോലെയല്ല. നമുക്ക് എല്ലാ മാസ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു മാസ് ഇവന്റ് ആണ് നമ്മുടെ 5th ആനിവേഴ്സറി ഇവന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മാസ് റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നത് ഈ ആനിവേഴ്സറി ഇവന്റിലൂടെ ആയിരിക്കും. നമുക്കൊരു ജൂലൈ 20 ആകുമ്പോൾ അടുത്ത അപ്ഡേഷൻ വരും, അതായത് OB35 അപ്ഡേഷൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും പയ്യെ നമുക്ക് 5th ആനിവേഴ്സറി ഇവന്റ് ഒക്കെ വരുന്നത്. നമുക്ക് സ്കിന്നിൽ കുറച്ച് ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ പെറ്റും പെൻ്റെ സ്കിന്നും, ഗോൾഡ് റോയിലൂടെ വരാൻ പോകുന്ന പുതിയ ബണ്ടിലും, പിന്നെ നമുക്ക് മറ്റുള്ള OB35 അപ്ഡേഷൻ കഴിയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ ബണ്ടിൽസ് ഒക്കെ ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി വെച്ചോളൂ. നമുക്ക് ഫ്രീ ഫയറിലേക്ക് നെക്സ്റ്റ് ആടാൻ പോകുന്ന ബണ്ടിൽസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡയമണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് വാങ്ങണോ വേണ്ടയോ? പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിൽസൊക്കെ നമുക്ക് ഇതിൽ കണ്ടേക്കാം. എലൈറ്റ് പാസിലേക്ക് ആടാൻ പോകുന്ന ബണ്ടിൽസ് വരെ നമുക്ക് ഈ ബണ്ടിൽസുകളിൽ ഉൾപ്പെടുന്നുണ്ട്. പയ്യെ ഓരോരോ ഇവന്റുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിലൂടെ ഈ ബണ്ടിൽസ് കാണാൻ സാധിക്കും. നമുക്കിവിടെ കുറച്ച് ക്രേഡ്സുകൾ കാണാം. 5th ആനിവേഴ്സറി ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ക്രേഡ്സുകളാണിത്. വരാൻ പോകുന്ന പുതിയ ജേഴ്സിയും പുതിയ ക്യാരക്ടറും പുതിയ ബണ്ടിൽസൊക്കെ നമുക്ക് ഫീമെയിൽ ബണ്ടിൽ അടക്കം നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ആടാൻ പോകുന്ന പുതിയ എവോ M80 ഗണ്ട സ്കിന്ന് കാണാം. പിന്നെ നമുക്ക് ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഗണ്ട സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, വരാൻ പോകുന്നതാണ്. ഇവിടെ നമുക്ക് 4 നിറത്തിലുള്ള ഇൻക്യുബേറ്ററിലെ ഗണ്ട സ്കിന്നാണ് ഫ്രണ്ട്സ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, നമ്മൾ ടോപ്പിൽ കാണുന്നതാണെങ്കിൽ എവോ M80 ആണ്. വെപ്പൺ റോയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഗണ്ട സ്കിന്നുകളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ വരാൻ പോകുന്ന M4A1ൻ്റെയും പിന്നെ ഗ്രോസയുടെയും തുടങ്ങിയ ഒട്ടേറെ ഗണ്ട സ്കിന്നുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് വെപ്പൺ റോയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഡ് ക്രിമിനൽ ബണ്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് 3000 ഡയമണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 3000 ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. കാരണം 5th ആനിവേഴ്സറി ആകുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് റെഡ് ക്രിമിനൽ ബണ്ടിലേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല, പുതിയ റെഡ് ക്രിമിനൽ ബണ്ടിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും നല്ല അനിമേഷൻ, നല്ല ഗ്രാഫിക്സ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നമുക്ക് നോർമലായിട്ടുള്ള പഴയ റെഡ് ക്രിമിനൽ ബണ്ടിലൊക്കെ നമുക്ക് നോർമൽ ഒരു ബണ്ടിലാണ്. നമുക്ക് അതിൽ ഗ്രാഫിക്സ് ഒന്നും കാണാൻ സാധിക്കില്ല. വരാൻ പോകുന്ന അടുത്ത ജനറേഷനായിട്ടുള്ള പുതിയ റെഡ് ക്രിമിനൽ ബണ്ടിൽ നമുക്ക് അടിപൊളി ഗ്രാഫിക്സ്, നല്ല അനിമേഷൻസ് കാണാൻ സാധിക്കും. നമ്മളിവിടെ ഇടതുഭാഗത്ത് കാണുന്ന ഈ റെഡ് ക്രിമിനൽ ബണ്ടിലായിരിക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അനിമേഷൻസും ഗ്രാഫിക്സ് കാണാൻ സാധിക്കുക. ഇതാണെങ്കിൽ പഴയ റെഡ് ക്രിമിനലാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.